കാഞ്ഞങ്ങാട് നഗരസഭാ ബസ് സ്റ്റാൻഡ് അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിട്ടത് നഗരത്തിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാക്കുന്നു. ബസ്സുകൾ നിർത്തിയിടുവാൻ സ്ഥലം നിശ്ചയിക്കാതെയാണ് ബസ് സ്റ്റാൻഡ് അടച്ചിട്ടത്. കൃത്യമായ ക്രമീകരണങ്ങൾ നടത്താതെ കോട്ടച്ചേരി ബസ് സ്റ്റാൻഡ് യാർഡ് കോൺക്രീറ്റ് പ്രവൃത്തികൾക്കായി അടച്ചിട്ടത് നഗരത്തിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാക്കുകയാണ്. അതോടൊപ്പം ബസ് സ്റ്റാൻഡ് പരിസരത്തെ വ്യാപാരത്തെയും ഇത് സാരമായി ബാധിച്ചു കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ വിഷുത്തിരക്കേറുന്നതോടെ കാഞ്ഞങ്ങാട് നഗരത്തിൽ ഗതാഗതം മണിക്കൂറുകളോളം നിശ്ചലമാകുന്ന അവസ്ഥയിലേക്ക് നീങ്ങും. കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള ഓട്ടോ സ്റ്റാൻഡിനരികിലായി ബസ്സുകൾ വന്നു നിൽക്കുന്നതും ആളുകളെ കയറ്റുന്നതും ഓട്ടോ ഡ്രൈവർമാരും ബസ് ജീവനക്കാരും തമ്മിലുള്ള വാക്കേറ്റങ്ങൾക്കും ഇടയാക്കുകയാണ്. യാത്രക്കാരെ കയറ്റുന്നതിനായി ബസ്സുകൾക്ക് നിൽക്കുവാൻ നിശ്ചിത സ്ഥലം ഒരുക്കാതെയാണ് നഗരസഭാ അധികൃതർ കോൺക്രീറ്റിനായി ബസ് സ്റ്റാൻഡ് അടച്ചത്. 6 മാസക്കാലത്തേക്ക് ബസ് സ്റ്റാൻഡ് അടച്ചിട്ടത് വ്യാപാരത്തെ സാരമായി ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി വ്യാപാരികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഈ കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് വികസനത്തിൻ്റെ ഭാഗമായി അടച്ചിടുന്നതിൽ വ്യാപാരി വ്യവസായി സമിതി എതിരല്ല. പക്ഷേ വളരെ ദീർഘനാളത്തേക്ക് അടച്ചിട്ടുകൊണ്ട് അവിടെ പൊതുജനങ്ങൾ വ്യാപാരി കച്ചവട സ്ഥാപനത്തിലേക്ക് വരാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് എത്തി നിൽക്കുമ്പോൾ അവർ അനുഭവിക്കുന്ന പ്രയാസം വ്യാപാരി വ്യവസായി സമിതി കാണാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ സമരം എന്ന രൂപത്തിൽ, നിവേദനം എന്ന രൂപത്തിൽ നമ്മൾ സമർപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കാഞ്ഞങ്ങാട്ട് സർവീസ് അവസാനിപ്പിക്കുന്ന ബസ്സുകൾ യാത്രക്കാരെ പഴയ ബസ് സ്റ്റാൻഡിൽ ഇറക്കിയ ശേഷം ആലാമിപ്പള്ളി പുതിയ ബസ് സ്റ്റാൻഡിൽ പോയി സ്റ്റേ ചെയ്യുവാനാണ് ഗതാഗത നിയന്ത്രണ കമ്മിറ്റിയുടെ നിർദ്ദേശം. എന്നാൽ ഈ നടപടി മലയോര മേഖലയിൽ സർവീസ് നടത്തുന്ന ബസ്സുകളെയും ആയിരങ്ങളായ യാത്രക്കാരെയും സമയകൃത്യത പാലിക്കുന്നതിലടക്കം ദുരിതത്തിലാക്കുകയാണ്. അമൃത ന്യൂസ്, കാസർഗോഡ്.